ഹലോ ഹലോ. അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ മുഖത്തൂരിയാ ഈ മനുഷ്യര് പ്രാന്ത ഓരോന്ന് കുത്തും എന്നിട്ട് അത് ഊരിക്കും. അപ്പൊ വിഷയത്തിന് തെന്നി മാറാതെ വിഷയത്തിക്കുക. എന്താണ് ഇന്നത്തെ വിഷയം? ഇന്നത്തെ വിഷയം നമ്മളിപ്പോ കുക്കിംഗ് വീഡിയോയിലേക്കാണല്ലോ കടന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ പരിചയപ്പെട്ട അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ ഒരു കഥയാണ്. ഇവൻ കണ്ണൂരുള്ളപ്പോൾ പിന്നെ ഏതൊരു ചേച്ചി എനിക്കറിയില്ല, അവര് കപ്പ ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത കഥ. എല്ലും പിന്നെന്താ ബീഫും കപ്പ കപ്പ ബിരിയാണി ഉണ്ടാക്കിയത് അങ്ങനെ പറഞ്ഞ് കേട്ട് അവസാനം അമ്മ ഒരു കുറച്ചാൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എല്ല് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ല് വാങ്ങിച്ചു. പിന്നെ പോയിട്ട് എല്ലാവർക്കും മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്താ വേറെ എന്തൊരു എല്ലാ തോന്നണല്ലേ എന്നെ പറയും തോന്നണു. ഇത് പേരൊക്കെ പറയും, കഴിക്കാൻ പറ്റുന്നില്ല. നമുക്ക് പറയാറിയില്ലെങ്കിൽ കടയിൽ പോവുക, കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബീഫ്. ഇത് ഞാൻ വാങ്ങാൻ പോയത് ഫസ്റ്റ് ഞാൻ പോർക്കുളത്തുനിന്ന് 1/2 കിലോ വാങ്ങി. അപ്പൊ എല്ല് കിട്ടിയില്ല, മറന്നു ഞാൻ. എന്നിട്ട് ഞാൻ കുന്നോളത്ത് വന്നിട്ട് നമ്മുടെ കൂട്ടുകാർ വീണ്ടും 1/2 കിലോ മേടിച്ചു. അപ്പൊ അങ്ങോട്ട് പറഞ്ഞപ്പോ അവൻ കിട്ടാന്ന്. അപ്പൊ മൊത്തം 1 കിലോ ഇറച്ചി വാങ്ങി. അതിന് ഞങ്ങളിപ്പോ ഒരു 3/4 കിലോ അടുത്തുണ്ടാവും. 1/4 കിലോ ഞാൻ മാറ്റി വെച്ചു. നമ്മളിന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകും. അതിനിപ്പോ അന്ന് പറഞ്ഞ അത്രയും ടേസ്റ്റ് ചിലപ്പോ ഉണ്ടാവില്ല, കാരണം അതിന്റെ റെസിപ്പി നമുക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ കുറേ വീഡിയോസ് എടുത്ത് നോക്കി. അപ്പൊ അതിന്ന് സെയിം മോഡലല്ല ഞാൻ എടുക്കുന്നത്, കാരണം ചിലൊരു ഐറ്റംസ് എനിക്കിട്ട് അയ്യോ ഇതിട്ട ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ള മൈൻഡ് എനിക്ക് തോന്നുന്നു. അതിന് എനിക്കായിട്ട് തോന്നി കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അതിന് സപ്പോർട്ടായിട്ട് എന്റെ കൂടെ നിന്ന് എന്റെ കെട്ടിയുണ്ട്. കാത്തും എഴുന്നേക്കണമായിരിക്കും. അവള് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏട്ടനും കൊണ്ട് അവളൊരു പോക്ക് പോവും. അപ്പൊ നമുക്ക് കപ്പ ഒന്നും ഞാൻ നന്നാക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ അതെല്ലാം ചെയ്യാൻ പോവാണ്. ആദ്യം കപ്പ വൃത്തിയാക്കി പുഴുങ്ങി. അതിന് മുന്നേ ശരിക്കും പറഞ്ഞ എല്ലാ ഞായറാഴ്ചയും ക്രിസ്ത്യൻസിന്റെ വീട്ടില് ബീഫും ചിക്കനൊക്കെ ഉണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നെ കെട്ടുമ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ വീട്ടില് എല്ലാ ഞായറാഴ്ചയും ബീഫും ചിക്കനൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ നേരെ ഉൾട്ടായിരുന്നു. ഞങ്ങൾ ബാക്കി എല്ലാ ദിവസവും മേടിച്ചാലും ഞായറാഴ്ച മേടിക്കാറില്ല. ഇല്ലല്ലോ, നമുക്ക് നോർമലി ഞായറാഴ്ചകൾ വർക്ക് ഉണ്ടാവും, നമ്മളങ്ങനെ മേടിക്കാറില്ല. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ഞായറാഴ്ചയാണ് കപ്പ ബിരിയാണി. സൺഡേ ആണ് അടിച്ചു പൊളിക്കാൻ വിചാരിച്ചു. ആദ്യം രാവിലെ ഒരു 5-6 മണിയാകുമ്പോൾ എഴുന്നിട്ട് പള്ളിയിൽ പോയി അപ്പനെ കണ്ടു വന്നു. ആ നേരത്തെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഇന്നലെ കാത്തും ബേബി ഞാൻ കൂടി പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് പോകുമ്പോൾ ഞങ്ങൾ പോയില്ല, കാരണം കാത്തും അപ്പം എഴുന്നേറ്റ് പിന്നെ എൻ്റെ ഒരു പണി നടക്കില്ല. ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ പോന്നു. പിന്നെ ഞങ്ങള് വീട്ടിലത്തെ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി. എന്നിട്ട് വന്ന് ഞങ്ങള് സ്റ്റൂവും ബ്രെഡും മേടിക്കല്ല ഉണ്ടാക്കി വെച്ചു. അടുത്ത ഇനിയുള്ളത് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അതിന് ഇതൊക്കെ വെട്ടി നുറുക്കണം. അറിയോ? സ്റ്റാർട്ട് ചെയ്യാം. കൊള്ളി വെട്ട അറിയോ? കൊള്ളിയല്ല, തല വെട്ടത് കൊള്ളി വെട്ടി മതി. ഞാൻ ഈ കപ്പ വെട്ടണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കിത് വെട്ടിയിട്ട് വലിയ ശീലമില്ല. സത്യമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. കാരണം ചെറുപ്പത്തിലൊക്കെ അമ്മയ്ക്ക് പേടിയായിരുന്നു. ഞങ്ങളെ കയ്യിൽ ഇതിങ്ങനെ മുറിക്കാൻ തന്നു കഴിഞ്ഞാൽ കൈമ കൊള്ളും കത്തിന്ന് പറഞ്ഞിട്ട് അമ്മ തന്നിരുന്നില്ല. പിന്നെ ഞങ്ങൾ ചെയ്യേണ്ട ഒരു പ്രായം ആകുമ്പോഴേക്കും പിന്നെ അച്ഛൻ നാട്ടിൽ വന്നപ്പോൾ പിന്നെ അച്ഛനായി ഈ ഡയലോഗ്, അമ്മേരും മക്കളെയും തന്നവർക്ക് ശ്രദ്ധ കുറവ്, ഇവര് കൈ മുറിച്ച് വയ്ക്കും പറഞ്ഞിട്ട് അച്ഛൻ തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കപ്പ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ദിവസങ്ങൾ അച്ഛൻ തന്നെയാണ് ഇതൊക്കെ വൃത്തിയാക്കി തരിക കേട്ടാ. നന്നാക്കാന്ന് പറഞ്ഞ ആള് കരഞ്ഞുകൊണ്ട് നടക്കുക. നമ്മള് നന്നാക്കി തരുന്നുണ്ട്, നന്നാക്കി തരാം. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ കണസ വർത്താൻ കത്തിയും ഇതെന്തായാലും കത്തിയൊക്കെ ഇങ്ങനെ കറക്കാറിയാം നിനക്ക്. ഇങ്ങനെ കറക്കണം, എന്നിട്ട് ഇങ്ങനെ നീങ്ങിയിരിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് ഇരിക്കുക, എന്നിട്ട് ഒറ്റ വെട്ട്. അപ്പൊ കുറച്ച് ഇതൊക്കെ പോവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ വെട്ടിട്ട് ഇങ്ങനെ കെട്ടാൻ പറ്റും. അതകത്താ, പക്ഷെ ഇവിടെ അത് നല്ല പീസാ. പൊന്നോ, ഇതൊരു കലയാണ്. അതില്ലാത്തത് പറ്റിക്ക.
ഏഹ് അടുക്കളയുമായിട്ട് ഒരു കളിയില്ലാത്ത വ്യക്തിയാണ് പ്രതി. പണ്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് വീട്ടില്. അങ്ങനെ അതെ മെസ്സേജ് നിക്ക് അതൊരു ഫ്ലോ നിക്ക് ബിരിയാണി നിക്ക് നിക്ക് ബിരിയാണി നീ ഫോട്ടോ എത്ര ഇത് ഒരു ഫ്ലോ കിട്ടാത്തതിന്റെ ഒരു പ്രശ്നാ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നോക്ക് ഇങ്ങനെ ആക്ക. നോക്ക് അതിന്റെ ഇത് നോക്ക് 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 ആ നോക്ക് നോക്ക് നോക്ക്. ഇത് ഇവിടെ ഇത് കണ്ട അതൊന്നും ഒരു വിഷയവും ഇല്ലതാ. ഇത് നീ എടുക്ക് കണ്ട കപ്പൊക്കെ റെഡി സടേ പടേന്ന് പറഞ്ഞിട്ട് ഈ സബോള തൊലിയാണ് കണ്ട അതാണ് ഞാനും അവിടെ അത് ആദ്യം ഇല്ല അവിടെ ഒരു പ്രശ്നമുണ്ട് ഉണ്ടാ അതെന്നെ ഞാനും പറഞ്ഞ ഞാൻ പറഞ്ഞ അക്ഷരം മാറിയിട്ടൊന്നുമില്ലല്ലോ. ഇത്ര മതിയാവില്ലേ? എവിടെ എവിടെ മതിയാവും? ഇല്ലേ നമുക്ക് വീട്ടിൽ കൊടുക്കാലോ. അവിടെ പിന്നെ ബിരിയാണി ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ഇതാണ് പ്രൊഫഷണൽ കട്ടർ അല്ലേ? തച്ചോടി തഞ്ചുനെ തോപ്പിക്കാനാവില്ല മക്കളെ, ആവില്ല. അംഗത്തിന് നിനക്ക് ഇനിയും ബാല്യമുണ്ട്, വരൂ. അരക്കിലെ കപ്പ ആ വെട്ടിലെന്നെ പോയി. നന്നായി കൂടെ എന്റെ ഭാര്യരെ എന്താ മോന്തരൊക്കെ ഷേപ്പ് മാറണ്ടല്ലോ. ഇത് ഞാൻ റെഡിയാക്കി തരാം ഇപ്പൊ. ഇങ്ങനെയല്ലേ ചേച്ചി ഉദ്ദേശിച്ച? ആണോ? ഇങ്ങോട്ടോങ്ങനെ ആണോ? ആണോ? ഡയലോഗ് അടിക്കുമ്പോ സൂക്ഷിക്കാം. നിന്നെക്കാളും കുറെ ഓളം ഉണ്ടവനോട് അവരിത് നിന്റെ വെല്ലുവിളി. പക്ഷെ അടുക്കള കൂടുതൽ കണ്ടിട്ടില്ല ഞാൻ. അത് ഞാൻ തന്നെ കൂടുതൽ, പക്ഷെ പണിയെടുത്തില്ല എന്നേ ഉള്ളൂ. അത് എത്ര അടുക്കള എന്ന് പറയുന്ന സ്ഥാനത്ത് ഞാൻ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ തൊലി കളഞ്ഞ കപ്പ നന്നായി വൃത്തിയിൽ കഴുകണം. അതിന് ഒരു മണ്ണിന്റെ കളറൊക്കെ ഉണ്ടാവും, അത് പോകണമായിരിക്കും. നന്നായി 2-3 വട്ടമൊക്കെ കഴുകി എടുക്കണം കേട്ടോ. ഞാൻ വീട്ടിലാണെങ്കിൽ കപ്പ കഴുകാറൊക്കെ ഉണ്ട്. അച്ഛൻ ഇതൊക്കെ തൊലി കളഞ്ഞ് തന്നെ ഞാൻ കൊണ്ട് കഴുകി വയ്ക്കാറൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം കഴുകിയതിന് ശേഷം പിന്നെ നമ്മുടെ സബോള, ചോന്നുള്ളി, ഈ ഐറ്റംസ് എല്ലാം ഞാൻ കഴുകി പാത്രത്തേക്ക് മാറ്റുന്നുണ്ട്. ഇതൊക്കെ അരിയാൻ വേണ്ടി പോവാം. അപ്പോൾ ഞാനിതെല്ലാം ഒറ്റയടിക്കനെ കഴുകി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നമ്മളെ കപ്പ ബിരിയാണിക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതൊക്കെ എന്താണ്, എത്ര പ്രാവശ്യം എടുത്തിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അതാ നമ്മളെടുത്ത ഐറ്റംസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, പിന്നെ വിനാഗിരി, ചൊറുക്ക എന്നൊക്കെ പറയില്ലേ, അതുണ്ട്. പിന്നെ നാളികേരം, ഇത് 1 മുറി നാളികേരം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇനി അത് കുറേ എടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇത് ഗരം മസാല, ഇതും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് ഇടാം. ഇതാ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതാ മുളകും പൊടി 2 ടീസ്പൂൺ നോർമൽ മുളകും പൊടിയും കാശ്മീർ മുളക് പൊടി 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതാ വേപ്പില, മല്ലിയില, പുതിനയില, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ 2 പീസ് ഇഞ്ചി, ഒരു 4 പച്ചമുളക്, 4-5 പീസിട്ട് തന്നെ നീളല് മുറിച്ചാനിട്ട് എത്രയും തോന്നുന്നത് 4 പച്ചമുളകുള്ളൂ. പിന്നെ ഇതാ ഒരു വലിയൊരു 10-15 ചുവന്നുള്ളി ഞാൻ ഇങ്ങനെ വട്ടെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 സബോള, ഒരു വലിയ സബോളയും ഒരു ചെറിയ സബോളയും. പിന്നെ നമുക്ക് മെയിൻ താരം ബീഫ്, കപ്പ. കപ്പ, കൊള്ളി, ഞങ്ങൾ കൊള്ളി എന്നാണ് പറയുക. കപ്പ, പിന്നെയുള്ള പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളുള്ള ഏതാണോ പാത്രം അത് വയ്ക്കുക. കുറച്ച് സ്പേസിലായിക്കോട്ടെ, കാരണം ബീഫ് കറി ആക്കണ്ടല്ലേ. അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചുണ്ടാക്കിയാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയാണ് ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ ആ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 4 പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, ഒരു ഉണ്ടമുളക് അതിൻ്റെ ഒരു മുളക് തന്നെ 4 പീസാക്കിയിട്ടാണ്, അതാണ് ഇത്രയ്ക്കുള്ളത്. പിന്നെ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ, അത് കുറച്ച് നമ്മളിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും, ഒരു കുടം വെളുത്തുള്ളിയും പിന്നെ 2 ചെറിയ പീസ് ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തു. അതൊക്കെ ഒന്ന് വാടി ഒന്ന് വണങ്ങി പച്ചമുളകിൻ്റെ കളർ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ചുവന്നുള്ളി, ഒരു 10-15 വലിയ ചുവന്നുള്ളി ആട്ടോ, അത് വട്ടലിൽ അരിഞ്ഞതാണ്, അതിട്ട് കൊടുത്തു.
അതും ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇനി സബോള ചേർക്കാം. ഞാനൊരു 2 സബോളയുടെ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ സബോളയായിരുന്നു കേട്ടോ, ഒരുപാട് വലുതല്ല. അപ്പോൾ ഞാൻ അതൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായി വാട്ടിയെടുക്കണം. അപ്പോൾ അത്രയും ടൈം നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് വണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അപ്പോൾ നമ്മൾ സബോള പെട്ടെന്ന് വണങ്ങി കിട്ടിക്കോളൂ കേട്ടോ. ഇനി നമ്മൾ കുറച്ച് നേരത്തെ പണിയുണ്ട്, ഇതിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് മൊരിയും മറ്റേ സൈഡ് വാട്ടം കുറവായിരിക്കും. അപ്പം നമ്മൾ അത് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം ഒരേ പാകത്തിൽ കിട്ടും. അതിനതാ ഞാൻ കുറേ നേരം ഇളക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട്. വേണ്ട, നന്നായി വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ പച്ചമുളകിൻ്റെ കളർ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയിൽ നിന്ന് കുറച്ച് മാറ്റിച്ചിട്ട് ബാക്കി ഫുൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഇളക്കി സെറ്റാകുമ്പോഴേക്കും നമുക്കതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം പോയി കിട്ടുന്നതായിരിക്കും നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയും ചേർക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ തരം ഗരം മസാല, അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചാട്ടാ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. എനിക്ക് മേടിക്കുന്ന ഗരം മസാല ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയാണ് പൊടിക്കാറ്. അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ പച്ചമണം മാറുന്നതായിരിക്കും നമ്മൾ ഇളക്കി കൊടുക്കണം. പച്ചമണം മാറി കഴിഞ്ഞ് നമുക്കതിലേക്ക് നമ്മൾ കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3/4 കിലോ ബീഫാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ബീഫിൻ്റെ എല്ലും ഉണ്ട് കേട്ടോ. അപ്പം ഏട്ടൻ എല്ലും കൂടി മേടിച്ചിട്ടുണ്ട്. കപ്പ ബിരിയാണിക്ക് അങ്ങനെയാണ് ചെയ്യാന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ പുറത്ത് നിന്ന് കപ്പ ബിരിയാണി കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തു. നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ ആ ബീഫിലേക്ക് ഒന്ന് പിടിക്കണ വരയ്ക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് പിന്നെ വിനാഗിരി, സൊറുക്ക എന്ന് പറയില്ലേ, അത് നമ്മൾക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 മൂടി ഒഴിച്ചു കൊടുക്കണുള്ളൂ. കാരണം നമ്മൾ തക്കാളി ഇടണില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒരു പുളിപ്പിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. പുളി ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ഒഴിക്കട്ടെ. ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പുളി കുറഞ്ഞാലോ പേടിച്ചിട്ട്. പിന്നെ നമ്മളത് ഒരു കുക്കറിലേക്ക് മാറ്റാം. നമുക്ക് പാത്രത്തിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കണമെങ്കിൽ വേവിക്കാം. അതാകുമ്പോൾ കുറേ ടൈം എടുക്കണോണ്ട് ഞാൻ കുക്കറിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടി കലക്കി ഒഴിച്ചു കൊടുക്കാം. ആ ബീഫ് വേവുള്ള വെള്ളവും പിന്നെ നമ്മളെ മസാല ആ പാത്രത്തിൽ വേസ്റ്റായി പോകണ്ടല്ലോ. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് മൂടി വയ്ക്കാം. അപ്പോൾ ഞാൻ മുന്നേ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് മല്ലിയിലയും പുതിനയിലയും മണം ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിനി ആ മൂടി വെച്ചൊരു 4-5 വിസിലടുപ്പിക്കാം. ഞാൻ അപ്പോഴേക്കും നമ്മളെ കൊള്ളി വേവിക്കാൻ വെക്കുന്നുണ്ട്. വേറെ കുക്കറിലേക്ക് കൊള്ളി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് കൊള്ളി വേവിക്കാനുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് കലക്കി കൊടുക്കുന്നുണ്ട് പാകത്തിന്. പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ. എപ്പോഴും മഞ്ഞൾപ്പൊടി എല്ലാത്തിലും യൂസ് ചെയ്യുന്നത് നല്ലതാണല്ലോ. ഇനി നമ്മൾ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു. വെള്ളം കുറവാണെങ്കിലും വെച്ചിട്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ഒറ്റ വിസിലൊക്കെ മതി. നല്ല കൊള്ളിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേവും. ഇത് കാണുമ്പോൾ നല്ല കൊള്ളിയായിട്ടാണ് തോന്നുന്നത്. അതും ഞാൻ അടുപ്പത്തേക്ക് കയറ്റി വെക്കുന്നുണ്ട്. നമ്മളെ ബീഫ് അപ്പുറത്തിരിക്കുന്നുണ്ട്. അതൊരു 4-5 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മളും തുറന്ന് നോക്കുക. പിന്നെ വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വീണ്ടും 2 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. ഫസ്റ്റത്തെ വിസിൽ വന്നിട്ടുണ്ട്. അവിടെ ഇരുന്ന് അത് സെറ്റാകുമ്പോഴേക്കും ഞാൻ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ടു. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ രാവിലെ മേടിച്ച് പാലട പായസം ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് ഞാൻ. നല്ല ബീഫ് അവിടെ ഇരുന്ന് വെന്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ വേറെ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ചെരുവി വെച്ച നാളികേരമില്ലേ, ഒരു മുറി നാളികേരം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല അതിട്ട് കൊടുത്തു. ഇനി നന്നായി വറുത്തെടുക്കണം. വറുത്തൊരു പുളിറുമ്പിൻ്റെ നിറാവണ ഇരയ്ക്ക് നമ്മൾ കൈവിടാതെ വറക്കണം കേട്ടോ. അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോഴേക്കും നമ്മൾ കാത്തുമ്മ വാശിയപ്പോൾ ഞാൻ കാത്തുമ്മനെ എടുത്തു. ഏട്ടനാണ് ഇത് ഇളക്കുന്നത്. ഞാൻ പക്ഷെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് കരിഞ്ഞു പോയാലോ എന്നുള്ള പേടിക്ക് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കാം, ഏട്ടൻ ഇത് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ. അതിനതാ ഈ ഒരു കളറായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടി അതേപോലെ ഗരം മസാല അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നാളികേരത്തിൻ്റെ സ്മെല്ലിന് വേണ്ടിയിട്ട്. ആ മുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഈ പാത്രത്തിലിരുന്ന് ചൂടായിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് നാളികേരം. അപ്പോൾ അതാ നമ്മൾ ബീഫ് കൂട്ടൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കൊള്ളി ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ കൊള്ളി കുറച്ച് വേവ് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു.
ഞാൻ അങ്ങനെ ഇളക്കിയൊക്കെ നോക്കിയപ്പോൾ കുറച്ച് വേവ് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് കുറച്ച് നമ്മളെ കാത്തുമ്മയ്ക്ക് മാറ്റി വെച്ചു. അവൾക്ക് വെറുതെ കഴിക്കാൻ ഈ വേവ് ഓക്കെയാണ്. നമുക്കൊരു കപ്പ ബിരിയാണി ആക്കുമ്പോൾ കുറച്ചും കൂടി വേവണം എന്നെനിക്ക് തോന്നിയപ്പോൾ ഞാനതൊന്നുകൂടി അടച്ച് കുറച്ച് നേരം കൂടി വേവാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെക്കാട്ടോ. കാരണം ഇത്തരം പണികൾ ഇനി എന്നെ മാത്രം കാത്തിരിക്കുന്നതാണേ. ഞാൻ അതൊക്കെ അപ്പം തന്നെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോഴും നമ്മളെ കാത്തുമ്മ ഒളിച്ചിരുന്നിട്ട് എന്നെ വിളിച്ചതാ. പൊന്നാ കാത്തൂനെ കാണാല്ലേ കണ്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുക. മൂപ്പർക്കാണെങ്കിലോ പ്രത്യേകിച്ച് പേടിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. പിന്നെ ഞാൻ പോയിട്ട് നമ്മളെ കൊള്ളിയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയപ്പോൾ അതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ നമ്മളൊരു ഉരുളിയോ ചീഞ്ചട്ടിയോ എന്തെങ്കിലും ഒന്ന് വെക്കും. ഞാനപ്പോൾ ചീഞ്ചട്ടി വെച്ചു. അതിലേക്ക് നമ്മളെ ബീഫില്ലേ അതിട്ട് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ നന്നായി വറ്റിച്ച് വെള്ളം എല്ലാം വറ്റി വരണം. അതുവരെ നമ്മൾ അടുപ്പത്തിട്ട് വറ്റിക്കണം. എന്നാലാണ് ആ ഒരു മുളകിൻ്റെ ടേസ്റ്റും എല്ലാം ബീഫിലേക്ക് പിടിക്കുള്ളൂ. നമ്മളതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫ് എന്ന് പറയുമ്പോൾ കുരുമുളക് പൊടി ഇല്ലാത്തൊരു കാര്യമില്ല. ബീഫിൽ നമ്മൾ നന്നായിട്ട് കുരുമുളക് പൊടി ചേർക്കും. പിന്നെ അതിലേക്ക് ഞാൻ കറിവേപ്പിൻ്റെ ഇലയും പിന്നെ നമ്മൾ നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടെ അപ്പരം മുകളിലും ഗുസ്തിയാണ് കേട്ടോ ഞാൻ പണ്ടെടുക്കുന്ന ടൈമിൽ. പിന്നെ അതാ ഞാനതിങ്ങനെ ഇളക്കി നന്നായി വറ്റിച്ചെടുക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ഗ്രേവി എല്ലാം പോയി നന്നായി വെന്ത് ബീഫ് ഒരു അടിപൊളി സ്മെല്ല് വരും ബീഫ്. അപ്പോഴാണ് നമ്മളത് ഓഫ് ചെയ്യുള്ളൂ. അതുവരെയ്ക്കും ഞാൻ ഇളക്കിയിട്ട് അതിൽ എന്തൊക്കെ കുറവ് നോക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നമ്മൾ ബീഫ് സെറ്റായി കൊള്ളി സെറ്റായി. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് കൊള്ളി മാറ്റി വെച്ചിട്ട് അതിലേക്ക് ആ കൊള്ളിയിലേക്ക് ഞാൻ കുറച്ച് ബീഫ് ഇട്ട് കൊടുത്തു. നമുക്കിട്ട് മിക്സ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ ബിരിയാണി രൂപത്തിലൊക്കെ ഏകദേശം കിട്ടുമെന്ന് എനിക്ക് തന്നെ തോന്നി. കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ നല്ല പേടി എനിക്കുണ്ട്. ഞാൻ കുറച്ചേശം കപ്പയും ബീഫും ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ. ഒറ്റയടിക്ക് കുറേ കഴിഞ്ഞാൽ എനിക്ക് കൊള്ളിയൊക്കെ ഉടച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ കുറച്ചേശം ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തത്. ഞാൻ ലാസ്റ്റത്തെ ട്രിപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി അതാണ്ട് യോജിപ്പിക്കണം. അതാ നമ്മളെ കപ്പ ബിരിയാണി ഇട്ട കൊള്ളിയൊക്കെ നമുക്കിങ്ങനെ ഉടച്ചു കൊടുക്കാം. അപ്പം ഞാൻ നന്നായി ഉടച്ച് സെറ്റാക്കി എടുത്തിട്ട് ഞാൻ അതിലേക്ക് നമുക്ക് മല്ലിയിലും പുതിനയിലും ചേർക്കാം. നമ്മൾ അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് സബോളയും ചേർക്കാം. പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്കോ നാളേക്കോ മാറ്റി വയ്ക്കും എന്നുണ്ടെങ്കിൽ സബോള നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ സബോളയും ചേർത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ സലാഡും മാങ്ങച്ചാറും കട്ടൻ ചായ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ വേഗം തന്നെ കട്ടൻ ചായ നമ്മളെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ പുതിയ ചായപാത്രം കേട്ടോ. അപ്പം അതിൻ്റെ ഒരു പട്ടിഷോയാന്ന് കൂടി നിങ്ങൾ കൂട്ടിയിരിക്കുക. നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും മേടിച്ച് നമുക്കത് നോക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ നോക്കിയതാട്ടാ. അങ്ങനെ നമ്മളെ പ്ലേറ്റിലേക്ക് കപ്പ ബിരിയാണി വിളമ്പുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ കാത്തുമ്പോൾ അവളെ കുട്ടി പ്ലേറ്റും കൊണ്ടുവന്നു. അമ്മ എനിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് കുറച്ച് ഇട്ട് കൊടുത്തു. അല്ലെങ്കിൽ അവൾ നമുക്ക് സമാധാനം തരില്ല. പിന്നെ എനിക്കുള്ളതിൽ മാങ്ങാച്ചാർ ഇടുന്നുണ്ട്. അതേപോലെ കാത്തുമ്മയ്ക്കും മാങ്ങാച്ചാർ ഇട്ട് കൊടുത്തു. പിന്നെ സലാഡും എനിക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടതാണ്. ഇങ്ങനെയാണ് കപ്പ ബിരിയാണി കഴിക്കുകയെന്ന് കട്ടൻ ചായയും കൂട്ടിയിട്ട്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ എടുത്തിരിക്കുന്നത്. ഏട്ടന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഏട്ടന് കപ്പ ബിരിയാണി മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ്റെ റിവ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് കേട്ടോക്കാം. എങ്ങനെയുണ്ട്? ചിക്കൻ ടേസ്റ്റ് ഉണ്ടോ? സെറ്റ് എല്ലാം ഇതിലാന്ന് എനിക്കറിയില്ല. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ വെറുതെ അല്ല, മനസ്സിലായില്ലേ? അപ്പൊ കഴിക്കാല്ലേ? ബീഫിന്റെ മസാല നല്ല ടേസ്റ്റ് ഇല്ല. ഒക്കെ ശരിയാണ്. ഞാൻ ഫുഡ് കഴിക്കാതെ ഇരിക്കുന്നത്, എനിക്ക് കഴിക്കണം. ഓക്കെ, വേഗം അഭിപ്രായം പറയണ്ടേ? പറയില്ലേ? ഈ പ്ലേറ്റ് ഇങ്ങനെ പിടിച്ചിരിക്കും, വലിയ രസമൊന്നുമില്ല. സൂപ്പർ.
ഓക്കെ അടിപൊളി. എല്ലാരും ഉണ്ടാക്കി ഒക്കെ ഞാൻ വീട്ടിൽ അമ്മ ഓക്കെ ഇനി കഴിക്കട്ടെ. ഞാൻ പറയുകയാണെങ്കിൽ ബീഫ് കഴിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ്, വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നമുക്ക് വായിക്ക് ടേസ്റ്റ് തോന്നിയ ഫുഡ് നമ്മൾ എല്ലാവരോടും പറയണമല്ലോ. അത് അങ്ങനെ വെച്ച് പറയുന്നതാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് പറ ഇത് ടേസ്റ്റ് ഇല്ല എന്ന്. പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ പോലും യൂട്യൂബിൽ കാണിക്കില്ല, ഞാൻ അത്രയും ഉറപ്പ് തരാം. അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഏട്ടൻ്റെ പ്ലേറ്റ് അവിടെ കണ്ടറിയാം, എത്രയും പെട്ടെന്നാണെന്ന് അറിയാം കാലിയാക്കിയതാൻ്റെ ഫുഡ്. അത്രയും ടേസ്റ്റോടൊക്കെയായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള പണികൾ അടുക്കള വൃത്തിയാക്കുക എന്നുള്ളതാണ്. കാരണം കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഈ കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് പാത്രങ്ങൾ കൂടുതലാണ്. നമ്മൾ ഓരോ പൊടി ഐറ്റംസ് ഇടാനും നമ്മൾ ഓരോരോ പാത്രങ്ങൾ എടുക്കുന്നു, കഷ്ണങ്ങൾ അരിഞ്ഞിടാൻ പാത്രങ്ങൾ എടുക്കുന്നു. സാധാരണ ആകുമ്പോൾ നമ്മളെല്ലാം കട്ടിംഗ് ബോർഡുമ്പോൾ വെച്ചിട്ട് അരിഞ്ഞ് അരിഞ്ഞ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എല്ലാം കൂടി ഒറ്റ പ്ലേറ്റിൽ ഇട്ട് വയ്ക്കും. നമ്മൾ പൊടികളൊക്കെ ഡപ്പയിൽ നിന്ന് നമ്മൾ മാറ്റി വേറെ പാത്രത്തേക്ക് ഒന്നും ആക്കില്ല. നമ്മൾ പക്ഷേ ഒരു കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എത്ര പാത്രങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യണത് നമുക്ക് പോലും അറിയില്ല. അത്രയും പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ. എൻ്റെ ആ തൊട്ടി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, കുറേ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അതെല്ലാം കഴുകി കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മയ്ക്കും അച്ഛനും ഉണ്ണികൾക്കുള്ള കപ്പ ബിരിയാണി എടുക്കുമ്പോൾ ഏട്ടൻ പറഞ്ഞു, പൊന്നാ എനിക്ക് രാത്രിക്ക് വേണം കേട്ടോ, കുറച്ച് എടുത്ത് വെച്ചോളൂ എന്ന്. കാരണം അവന് അത്ര ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മയ്ക്കും കൊണ്ടുപോകാനുള്ളതിൽ ഏട്ടൻ്റെ വക ഡെക്കറേഷൻ പരിപാടികളാണ്. അങ്ങനെ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഞാൻ കുറച്ച് മാങ്ങാച്ചാറും കൊണ്ട് എടുത്തു, കാരണം കപ്പ ബിരിയാണിക്ക് വേറെ ഏത് അച്ചാറുണ്ടെങ്കിലും ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. നമുക്ക് മാങ്ങാച്ചാറും സലാഡും നല്ല മധുരത്തിലുള്ള ചായയും, കട്ടൻ ചായയും വേറെ ലെവല് ടേസ്റ്റാണ്. നമ്മള് ബിരിയാണിയും പിന്നെ കാലത്ത് നമ്മള് പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിക്ക് നമുക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുറിച്ച് കൊടുത്തു, വീട്ടിലും കൊണ്ട് പോവാം. ഇങ്ങനെയൊക്കെ ഭയങ്കര ടേസ്റ്റാ. ബേബി പക്ഷെ ഇങ്ങനെ അയച്ചില്ല, ബേബി ഇങ്ങനെ അയച്ചില്ല കച്ചമ്പർ കൂട്ടിയിട്ട്. അവൻ പണ്ട് മറ്റോണം കഴിച്ചേന്ന് ഞാൻ മറ്റോണം കഴിച്ചേക്കും. എനിക്ക് അതിനും ഇഷ്ടമായിട്ട് ഇങ്ങനെ അയക്കാനാ. എങ്ങനുണ്ട്? ഞാനിങ്ങനെ ആദ്യമായിട്ടാ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ കഴിക്കണേ കണ്ടപ്പോ ബിരിയാണിയുടെ ടേസ്റ്റ് ഇങ്ങനെ വേറെ ടേസ്റ്റ് അല്ല, ഇതാ ഏറ്റവും ടേസ്റ്റ്. അടിപൊളി. ഇത് അടക്കുണ്ടാക്കിയാന്നോളോ പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട് അല്ലേ? കാത്തുമ്മയ്ക്ക് ഇവിടെ അപ്പാപ്പ ഫുഡ് കൊടുക്കട്ടെ. മീമിയായിട്ട് ബീഫ് കഷ്ണം മാത്രം.